കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പഴയന്നൂരിൽ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭട സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള മുൻ സൈനികർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിമുക്ത ഭടന്മാർക്കായി സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഴയന്നൂർ, കൊണ്ടാഴി, തിരുവല്ലോമല, വള്ളത്തോൾ നഗർ, ചേലക്കര, പാഞ്ഞാൾ എന്നീ 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള എക്സ് സർവീസസ് ലീഗ് അംഗങ്ങളും പൂർവ്വ സൈനിക് സേവാ സംഘർഷ സമിതി പ്രവർത്തകരും പങ്കെടുത്തു. മുതിർന്ന അംഗങ്ങളായ രാമകൃഷ്ണൻ നായർ, കുമാരി കെ വർമ്മ എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ പി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ വെൽഫെയർ ഓർഗനൈസേഷൻ സീനിയർ ക്ലർക്ക് ടി എം ജോയ് വിമുക്ത ഭടന്മാർക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമ്മുടെ മക്കളോട് പറയാ, ഇപ്പൊ പലരും അവിടെ വന്നിട്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ ചോദിക്കുമ്പോൾ പറ്റുന്നില്ല. ആ ഒരു ഏജ് കഴിഞ്ഞു. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അറ്റൻഷൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മക്കളോട് ഷെയർ ചെയ്യണമെന്ന് പറയട്ടെ. അപ്പോൾ പാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ പേരിൽ, മക്കളുടെ പേരിൽ പാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളോ ഭാര്യമാരോ കണ്ടിരിക്കണം. ഞാൻ പറയാറില്ല, പലപ്പോഴും ഞങ്ങളുടെ ജില്ലയിലെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു അപേക്ഷയായിട്ട് വളരെ പ്രായമുള്ളവർ വരുമ്പോൾ അവരോട് ഒന്നും ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ നടന്ന ഇൻസിഡന്റ് പറയാം. ഒരു വിമുക്ത ഭടൻ ഭാര്യയും മകളും കൂടി വന്നു. അവർ മാനേജിംഗ് തന്നെ അപേക്ഷിച്ചു. ഏത് വർഷം? 2018. അത് ഇതുവരെ വന്നില്ല. 2018 മാനേജിംഗ് അപേക്ഷിച്ചു, അത് ഇതുവരെ വന്നില്ല. അത് കേസ് പേര് കസ്റ്റമർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2018 ഇദ്ദേഹം അപേക്ഷിച്ചു. ആ മാനേജിംഗ് ജില്ലാ സൈനിക ബോർഡ് അപ്രൂവ് ചെയ്തു, രാജ്യ സൈനിക ബോർഡ് അപ്രൂവ് ചെയ്തു, കേന്ദ്രീയ സൈനിക ബോർഡ് അപ്രൂവ് ചെയ്തു. തുടർന്ന് നടന്ന പരാതി പരിഹാര സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് KS രാജേഷ്, ബിജു ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. PSSSK സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ കീർത്തിയിൽ, എക്സ് സർവീസ് ലീഗ് യൂണിറ്റ് ഭാരവാഹികളായ മുഹമ്മദ്, ചന്ദ്രശേഖരൻ, സുരേഷ്, രാധാകൃഷ്ണൻ, മനോജ്, മോഹനൻ, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, മഹിളാ വിംഗ് പ്രതിനിധി ഉഷ ടീച്ചർ എന്നിവരും സൈനിക ക്ഷേമ ഓഫീസിലെ അംഗങ്ങളായ PV വിശാന്ത്, PR രതീഷ്, I സെയ്ദു മുഹമ്മദ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിമുക്ത ഭടന്മാരുടെ ക്ഷേമവും സേവനാനന്തര ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിനായി സംഘടിപ്പിച്ച ഈ സംഗമം ഒട്ടേറെ പേർക്ക് പ്രയോജനകരമായി മാറി. ന്യൂസ് ഡെസ്ക് CCV.